പറഞ്ഞല്ലോ സൈക്കോളജി ബാച്ചിലേക്ക് അറ്റൻഡ് ചെയ്തെന്ന് പറഞ്ഞല്ലോ. ഇത് നമ്മുടെ ബേസാണ്, 3 മന്തിൻ്റെ ബേസ് കോഴ്സാണ്. അത് കഴിഞ്ഞാൽ ഡിഗ്രിയോ ഡിപ്ലോമയോ ഉണ്ട്. അപ്പം ഞാൻ ഡിഗ്രി എടുക്കാമെന്ന് വിചാരിക്കുന്നു. അതിൻ്റെ തന്നെ ഡിഗ്രി അത് കഴിഞ്ഞാൽ പിന്നെ പി ജി വരെയും നമുക്ക് എടുക്കാം. എന്നാലേ അതിന് വാല്യൂ ഉള്ളൂ എന്ന് പറഞ്ഞു. എന്നാലും നമുക്ക് ആ ഒരു എന്തെങ്കിലും ഒരു ക്ലിനിക്കോ എന്തെങ്കിലും തുടങ്ങാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ ഇപ്പോൾ ഈ 3 മന്തിൻ്റെ കോഴ്സ് ജസ്റ്റ് നമുക്ക് എക്സാം എഴുതി പാസ്സാവണമെങ്കിൽ അതിന് എക്സാമൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പം അറ്റൻഡ് ചെയ്യുന്ന ഈ ബേസ് ആണെങ്കിലും ഇതിനും എക്സാം ഉണ്ട്. ഇതിപ്പോൾ നമുക്ക് ഒരാളെ കൗൺസിലിംഗ് ചെയ്യാൻ, ജസ്റ്റ് കൗൺസിലിംഗ് ചെയ്യാമെന്നല്ലാണ്ട് ബോർഡ് വയ്ക്കാനൊന്നും പറ്റില്ല. ഇത് ഇന്നലെ പറഞ്ഞപ്പോഴേ പഠിപ്പിച്ചിട്ടുണ്ട് നമ്മളവിടെ. പിന്നെ അവളിതിൻ്റെ PhD എടുത്തിട്ടുണ്ട്. നെറ്റിലൊക്കെ സെർച്ച് ചെയ്ത് എണീച്ചിരിക്കാൻ വൈകില്ല, അതൊക്കെ ചെയ്യും കേട്ടോ. അപ്പം അത് കേൾക്കാൻ വേണ്ടിയിട്ടായി പറയുന്നു. അല്ലാതെ വേറെ ആരും ഇതൊന്നും സെർച്ച് ചെയ്യാനൊന്നും പോവില്ല. അപ്പോൾ ശ്രദ്ധയ്ക്ക് അതാണ് സംഭവം. അപ്പോൾ ഇത് ബേസാണ്. നമ്മളെ ആദ്യം ഡെവലപ്പാക്കി എടുക്കണ്ടേ, എന്നിട്ടല്ലേ നമുക്കൊരാളെ ഇതാക്കാൻ പറ്റുള്ളൂ. എന്ന് വെച്ചാൽ ഈ സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് ഒരാൾ UK വരെ പോയി. UK അവരുടെ അസിസ്റ്റൻ്റായിട്ട് നിൽക്കുകയാണ്, ഒരു ക്ലിനിക്കിൽ അസിസ്റ്റൻ്റായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ലക്ക് പോലെ ഇരിക്കും. പിന്നെ ഇതേ സംഭവം തന്നെ വേറൊരിടത്ത്, കാരണം അവരുടെ സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് ഒരു ക്ലിനിക്കിൽ നിന്നിട്ട് അസിസ്റ്റൻ്റായിട്ട് നിന്നു. അപ്പോൾ ഒരാളെ കൗൺസിലിംഗ് ചെയ്തിട്ട് കൊച്ചാകപ്പാടെ ഇതായിപ്പോയി. അപ്പോൾ അവർ കൊണ്ടുപോയി കേസ് കൊടുത്തു. അപ്പം ഭാഗ്യത്തിന് ആ ഹോസ്പിറ്റലിലവർ പറഞ്ഞു ഇവിടെ സ്റ്റുഡൻ്റായിട്ട് നിൽക്കുക എന്ന് പറഞ്ഞു. പഠിക്കാൻ നിൽക്കുന്നതാണെന്ന് പറഞ്ഞു. സ്റ്റുഡൻറ്റും കൂടിയായിരുന്നു എന്ന് തോന്നുന്നു. അല്ലാണ്ട് കാരണം സ്റ്റുഡൻ്റ് ആണെങ്കിൽ കൂടി അപ്പോൾ കൗൺസിൽ ചെയ്യാൻ പറ്റില്ല. PG കഴിഞ്ഞാൽ മാത്രമേ ഇതൊക്കെ നമുക്ക് അതിനൊക്കെ വാല്യൂ ഉള്ളൂ. ഈ സർട്ടിഫിക്കറ്റിന് എൻ്റെ സർട്ടിഫിക്കറ്റിൽ ഇത് 3 മന്ത് എൻ്റെ ബേസാണ്. ഞാൻ ഓക്കെ ആക്കിയെടുക്കുക, എന്നെ ഓക്കെ ആക്കിയെടുക്കുക. എനിക്കിതുകൊണ്ട് എത്ര പേരെ ഓക്കെ ആക്കാൻ പറ്റുമെന്ന് ശ്രമിക്കുക. ഇതിനൊക്കെയുള്ള റൂൾസാണ്. അല്ലാണ്ട് ഇത് വെച്ചിട്ട് എനിക്ക് ബോർഡ് വയ്ക്കാനോ ഒരാളെ കൗൺസിലിംഗ് ചെയ്യാന്നുള്ള ബോധത്തോടു കൂടിയേ പോകേണ്ട ആവശ്യമില്ല. കൺസൾട്ടേഷൻ നടത്താൻ പാടില്ല, ഇത്രയേ ഉള്ളൂ. അപ്പോൾ എനിക്ക് കൺസൾട്ടിങ് ചെയ്യാൻ പറ്റില്ല ആരെയും. ഞാൻ പറഞ്ഞതുപോലെ ടാറ്റൂവിന് എന്നോട് ആരോ ചോദിച്ചു, ടാറ്റൂ ചെയ്തതിൻ്റെ വർക്ക് കാണിക്കുമെന്ന്. അത് കാണിക്കാൻ പറ്റാത്ത, ഞാൻ എക്സാം എഴുതിയിട്ടില്ല. ടാറ്റൂവിൻ്റെ എക്സാം ഉണ്ട്. പിന്നെ അതുപോലെ സർട്ടിഫിക്കറ്റ് ഉണ്ട്. ഇതിൻ്റെ എക്സാം എഴുതി സർട്ടിഫിക്കറ്റ് വാങ്ങണം. മറ്റേത് മാതിരിയല്ല, ഫാഷൻ ഡിസൈനിങ്, കോസ്മെറ്റോളജി ആൻഡ് ബ്യൂട്ടീഷ്യൻ ഇതുപോലെയല്ല അത് ഒരുപാട് പ്രൊസീജിയേഴ്സ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ദേഹത്ത് തന്നെ ചെയ്തത്. എൻ്റെ ദേഹത്ത് നിന്ന് ഞാൻ ആരെയും കാണിക്കേണ്ട, മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ. എൻ്റെ ദേഹത്ത്